നമ്മുടെ അവരെ പ്രിയങ്കരനായ ബാങ്ക് മണിയേട്ടൻ എന്ന് പറയുന്ന എം.പി. മണിയേട്ടൻ, നമ്മൾ എല്ലാവരും ഇന്ന് ആകാംക്ഷയോടെ ഇന്ന് കാത്തിരിക്കുന്ന കേരള പോലെ ഓൾ ഇന്ത്യയിൽ ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് നമ്മുടെ പൗവറ്റ സുര എന്ന് പറയുന്നത്. അദ്ദേഹം ചെയ്ത പ്രവൃത്തി നമ്മുടെ നാട്ടുകാർക്ക് കാണുമ്പോൾ അതൊരു ചെറിയ സംഭവമായി തോന്നാം. കാരണം ഈ നായ ഇത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്നൊന്നും ചിന്തിക്കാതെ ആ കുട്ടിയെ ആക്രമിക്കുന്നത് കണ്ട് ആ വീഡിയോ കണ്ടിട്ട് ഇന്ന് ഈ സദസ്സിൽ നിന്ന് അദ്ദേഹം ഇവിടെ എത്തേണ്ടതായിരുന്നു. ആലുവ ജനസേവാ ശിശു കേന്ദ്രത്തിലെ ജോസ് മാത്യു എന്ന് പറയുന്ന ഒരു മഹാനായ വ്യക്തി ഈ വീഡിയോ, അതായത് ബഹുമാനപ്പെട്ട നമ്മുടെ നാരായണന്റെ വീടിന്റെ ഫ്രണ്ടിലുള്ള CCTVയിലാണ് ആ ക്യാമറ നമുക്ക് കിട്ടുന്നത്. കൃത്യമായി ഒരാൾ പറഞ്ഞറിയിക്കാതെ ആ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും മനസ്സിലാവും സുര അവിടെ ചെയ്യുന്ന ത്യാഗോജ്ജലമായ അവരുടെ ജീവൻ മരണ പോരാട്ടമാണ് സത്യത്തിൽ അവിടെ സുര ചെയ്യുന്നത്. അതെല്ലാം ആ വീഡിയോ വീക്ഷിച്ചിട്ട് ആ ജോസ് മാത്യു എന്ന് പറയുന്ന വ്യക്തി ഇന്ന് നമ്മുടെ നാട്ടിലാരും ചെയ്യാത്ത വിധം അദ്ദേഹം ആലുവയിൽ നിന്ന് ട്രെയിൻ കയറി ഇന്ന് 1 മണിയാകുമ്പോ റഹീമാഷ് എന്നെ വിളിച്ചറിയിക്കുകയാണ്, അതിനൊക്കെ അങ്ങനെ ഒരാൾ വരുന്നുണ്ട്, നമ്മളെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം 50,000 രൂപ നമ്മുടെ സുരയ്ക്ക് ഇവിടെ വെച്ച് കൊടുക്കാനാണ് ഏറ്റത്. പക്ഷെ അയാൾക്ക് ഇവിടെ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ എല്ലാവരുടെയും മുഖതാവിൽ വെച്ച് സുരയുടെ വീട്ടിൽ വെച്ച് നമ്മളത് കൈമാറി. 50,000 രൂപയുടെ ഒരു ത്യാഗമല്ല സത്യത്തിൽ സുര ചെയ്തിട്ടുള്ളത്. ഒരു മനുഷ്യ ജീവന്റെ വില എന്ന് പറയുന്നത് 1 കോടിയോ 2 കോടിയോ ഒന്നും വില മതിക്കുന്നതല്ല. പൈസ കിട്ടി എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥവത്തായ മാർഗം നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ജാതി മത കക്ഷി രാഷ്ട്രീയം നോക്കാതെയാണ് സുര അവിടെ എടുത്തു കാണുന്നത്. അതിനാണ് നമ്മൾ അവിടെ അവന് വില കൽപ്പിക്കുന്നത്. സുരയ്ക്ക് അല്ലെങ്കിൽ സുര നോക്കിയിട്ട് പോവാം. പക്ഷെ സുരയ്ക്ക് കരി കൊണ്ട് വീഴുമ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കാണുന്നുണ്ട് ഒരു ചുവന്ന ബൈക്കുകാരൻ വന്നിട്ട് അദ്ദേഹം ആ വണ്ടി കൊണ്ട് ഇറങ്ങുന്നത് പോലുമില്ല സുരയെ രക്ഷിക്കാൻ. നേരെ മറിച്ച് നമ്മുടെ ജലീൽ എന്ന് പറയുന്ന ഒരു മഞ്ഞ ടീഷർട്ട് ഇട്ട വ്യക്തി എന്ന് പറയുന്നത് ബാവാക്കാരുടെ മകനാണ് കേൾക്കുകൂടി. അവൻ അതിനെ അടിച്ചു കൊന്നില്ലായിരുന്നെങ്കിൽ സുരയ്ക്ക് അതിൽ വലിയ പരിക്ക് പറ്റുമായിരുന്നു. അതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള ആളുകളെ സ്വന്തം ജീവൻ വലിയ കൽപ്പിക്കാനും വേണ്ടില്ല, ആ കുട്ടിയെ ഞാൻ രക്ഷിക്കും എന്നുള്ള ഒരു ഉറച്ച മനസ്സോടുകൂടി ആ നായയുടെ മുന്നിലേക്ക് എടുത്തു ചാടിയ സുരയെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല എന്നുള്ള കാര്യം തീർച്ചയായും. ഈ അവസരത്തിൽ സുരയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നമ്മുടെ നാടിനു വേണ്ടി ഈ കൂടിയ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയും ഞാൻ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അൻഷാദ്, അവരുടെ പേരെടുത്ത് പറയുന്നില്ല, ഞാനും SP അബൂബക്കർ തുടങ്ങി മാഷ് എല്ലാവരും പേര്. നമ്മളെ എന്താണോ നമ്മളെ കൺമുന്നിൽ വെച്ച് തോന്നുന്നത് അവിടെ നമ്മൾ സഹായിക്കാൻ കാണിക്കുന്ന ഒരു സഹിഷ്ണുത അത് എന്നും നിലനിർത്താൻ നമ്മുടെ ഈ നാട്ടുകാർക്ക് എന്നും പ്രതിജ്ഞാബദ്ധരാകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ